എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും പറയാം, ദൈവത്തെ കുറ്റപ്പെടുത്തരുത്. ദൈവം എനിക്കിത് ചെയ്തില്ല, എൻ്റെ അപ്പനും അമ്മയും ഇത് എനിക്ക് ചെയ്തില്ല, അവരെനിക്ക് ചെയ്തില്ല, ഇവരെനിക്ക് ചെയ്തില്ല. അന്ന് കൊളക്കടവിൽ കിടക്കുന്ന ആ രോഗിയുടെ അടുക്കൽ യേശു വന്നു. 38 വർഷമായി ഞാനിവിടെ കിടക്കുക, 38 വർഷമായി ഇവിടെ ഞാൻ കിടക്കുക, എന്നെ ആരും സഹായിക്കാനില്ല. എന്നെ ഈ ദൂതൻ വന്ന് കലക്കുമ്പോൾ, വെള്ളം കലക്കുമ്പോൾ എന്നെ ആരും എടുക്കാൻ പരാതികൾ പറഞ്ഞപ്പോൾ യേശു പറഞ്ഞൊരു വാക്കുണ്ട്. യേശു പറഞ്ഞു, നിനക്ക് മനസ്സുണ്ടോ, അങ്ങനെയാണ് നീ എഴുന്നേറ്റു എന്ന് പറഞ്ഞാൽ ദൈവത്തിന് ഹിതമാ ഇന്ന് നിങ്ങളുടെ ഉയർച്ച, നിങ്ങളുടെ നന്മ. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത്, ചിന്തിക്കുന്നത്, അതിൻ്റെ അപ്പുറം ചെയ്യാൻ കഴിവ് ദൈവത്തിനുണ്ട്. ആരുടെ കൂടെയാണ് ദൈവം പ്രവർത്തിക്കുന്നതെന്ന് പറയാം. ഒരു ദർശനമുള്ള, ഒരു ഇമാജിനേഷനുള്ള, ഞാൻ ഇവിടെ വരെ എത്തിച്ചെല്ലണം. കുഞ്ഞുങ്ങളോട് ഞാൻ പറയാം, IAS ഓഫീസേഴ്സ് ആകണം, ഉന്നത സ്ഥാനത്തേക്ക് നിങ്ങൾ അസ്പയർ ചെയ്യണം. ബിസിനസ്സുകാർ, നിങ്ങൾ പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവെന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ ആഴങ്ങളെ ആരാഞ്ഞ് നമ്മുടെ ഹൃദയങ്ങളിൽ ഇടുന്നതാണ്. പരിശുദ്ധാത്മാവെന്ന് പറയുമ്പോൾ വെറും ഒരു അന്യഭാഷയും വെറും ഒരു സ്തോത്രം കൊണ്ട് ഒതുങ്ങുന്നതല്ല. ഹീസ് എ പേഴ്സൺ. പരിശുദ്ധാത്മാവെന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്, ദൈവമാണ്. എൻ്റെ കൂടെ നടപ്പുണ്ട്, എൻ്റെ ഉള്ളിൽ വസിക്കുക. സോ എൻ്റെ ചിന്താഗതി ഒരു മതത്തിൻ്റെ ഭാഗമായിട്ട് ആരാധനയിൽ അവൻ വന്ന് വസിക്കുന്നവർ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ആരാധനയ്ക്ക് പോകുന്നത് എൻ്റെ ഒരു കടമ തീർത്ത് ദൈവം എന്നോട് കോപിക്കൂ എന്നുള്ള പേടി കാരണമല്ല. ദൈവം കോപിക്കത്തില്ല പ്രിയമുള്ളവരെ. ദൈവം സ്നേഹമാണ്. കോപം മുഴുവൻ യേശുവിൽ തീർത്തതുകൊണ്ട് എൻ്റെ മേൽ ഇനിയും ദൈവ കോപമില്ല. അതാണല്ലോ റോമർക്കെതിരെ ലേഖനം 5:7 പറയുന്നത്, ദൈവത്തിൻ്റെ നീതി എൻ്റെ മേൽ വന്നിരിക്കുന്നത് കൊണ്ട് ദൈവത്തിൻ്റെ കോപം, എൻ്റെ കോപത്തിൻ്റെ പാത്രമല്ല ഞാൻ, ഇന്ന് കരുണയുടെ പാത്രമാണ്. ഈ ദിവസങ്ങളിൽ എന്താ സംഭവിക്കുന്നത്? വചനം നമ്മളെ കഴുകി വൃത്തിയാക്കുമ്പോൾ കാഴ്ചപ്പാടുകൾക്ക് വ്യത്യാസം വരും, വലുതായി ചിന്തിക്കാൻ തുടങ്ങും. അതെ, എന്താ എഴുതിയിരിക്കുന്നത് അവിടെ? 5:9 അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ നാം അവനാൽ എത്ര അധികമായി കോപത്തിൽ നിന്നും രക്ഷപ്പെട്ടു. യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ടപ്പോൾ ദൈവ കോപത്തിൽ നിന്നും ഞാൻ രക്ഷപ്പെട്ടു. ഞാൻ രക്ഷപ്പെട്ടത് എന്തുകൊണ്ടാണ്? ദൈവത്തിൻ്റെ കോപം യേശുവിൻ്റെ മേൽ വന്നതുകൊണ്ടാണ്, യേശു ശാപമായി തീർന്നതുകൊണ്ടാണ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവരോട് പറയാം, യേശുവിൽ ഒരാൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ ശാപം, പാപം, കോപം എല്ലാം മാറി. യു ആർ എ ന്യൂ ക്രിയേഷൻ. യേശു ക്രിസ്തുവിൽ ഒരു പുതിയ സൃഷ്ടിയാണ്. ഇനി ആ നനയ്ക്കുന്നത്, അതൊക്കെ മനസാക്ഷി ക്ലീനായപ്പോൾ ചിന്താഗതികൾ മാറാൻ തുടങ്ങി. എന്നെക്കൊണ്ട് വലുത് സാധിക്കും, എന്നെക്കൊണ്ട് സാധിക്കാൻ പറ്റാത്തതൊന്നുമില്ല, പുതിയ സൃഷ്ടി എന്ന്. അതുകൊണ്ടാണ് 2 കൊരിന്ത്യർ 5-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം, ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടി, പഴയതെല്ലാം കഴിഞ്ഞു പോയി. വായിച്ചു. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി എന്ന് പറഞ്ഞാൽ എന്താ? 1, ദൈവാരൂപനായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. 2, 1 കൊരിന്ത്യർ 1:30 പറയാണ്, ദൈവത്തിൻ്റെ ജ്ഞാനമാകുന്ന ക്രിസ്തു എൻ്റെ അകത്ത് വന്നിരിക്കുക. 1 കൊരിന്ത്യർ അതിൻ്റെ 1:30, ഗോഡ്സ് വിസ്ഡം. 3, ദൈവത്തിൻ്റെ മനസ്സ്, ക്രിസ്തുവിൻ്റെ മനസ്സ് എനിക്ക് വന്നിരിക്കുക. പണ്ട് എനിക്ക് സ്വാർത്ഥതയായിരുന്നു, എനിക്ക് കൂട്ടി വരണമെന്ന്. പക്ഷേ ക്രിസ്തുവിൻ്റെ മനസ്സ് വന്നപ്പോൾ ഫിലിപ്പിയർ 2 പറയാണ്, ഇനി എല്ലാം ഞാൻ ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് അതിന് എന്ത് പ്രയോജനം കിട്ടും കൂടെ. അതുകൊണ്ടാണ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 4-5, 1 കൊരിന്ത്യർ അതിൻ്റെ 1-ാം അധ്യായം 30-ാം വാക്യം, ദ ന്യൂ ക്രിയേഷൻ ഹാസ് ദ വിസ്ഡം ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ ജ്ഞാനം, ദൈവത്തിൻ്റെ മനസ്സ്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2:4-5 വായിക്കപ്പെടുന്നു. വളരെ വളരെ ശ്രദ്ധിക്കുക. വായിച്ചു. ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല, മറ്റുള്ളവന്റെ പുതിയ സൃഷ്ടിയെ ദൈവാരൂപനായി സൃഷ്ടിക്കിയിരിക്കുക. അതുകൊണ്ട് തന്നെ സ്വാർത്ഥത മാറി, മറ്റുള്ളവൻ്റെയും ഗുണം നോക്കാൻ തുടങ്ങി. എന്നിട്ട് പറയാ, ക്രിസ്തുവിന്റെ ഈ മനസ്സ് നിങ്ങളിലുണ്ടായിരുന്നു. ഭാവം മാറി. വിസ്ഡം, ബുദ്ധി, പരിജ്ഞാനം. അതാണ് 1 കൊരിന്ത്യർ 1:30 വായിക്കപ്പെടുന്നു. ശ്രദ്ധിക്കുക. 1 കൊരിന്ത്യർ 1:30, നിങ്ങളോ അവനാൽ ക്രിസ്തുയേശുവിൽ ഇരിക്കുമ്പോൾ അവൻ നമുക്ക് ദൈവത്തിൽ നിന്ന് ജ്ഞാനം, ദൈവത്തിന്റെ ജ്ഞാനമാ പുതിയ സൃഷ്ടി. അതുകൊണ്ടാണ് ഒരു പുതിയ സൃഷ്ടിയുടെ ഐഡിയ എന്ന് പറയുന്നത് ക്രിയേറ്റീവാണ്. നിങ്ങളും എൻ്റെ അകത്ത് സൃഷ്ടാവിൻ്റെ ക്രിയേറ്റിവിറ്റിയാണ് കിട്ടിയിരിക്കുന്നത്. നിങ്ങൾക്കും എനിക്കും ഒന്ന് എൻ്റെ കൂടെ നല്ല ഒച്ചത്തിൽ പറയണം, എന്നെ ശക്തനാക്കുന്ന യേശു ക്രിസ്തു മുഖാന്തരം
എനിക്ക് സകലതും സാധിക്കും. നല്ല ഉച്ചത്തിൽ പറയണം, എനിക്ക് സകലതും സാധിക്കും. ഇന്ന് ഇവിടെ ഇരിക്കുന്ന, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും പറയുന്നത്, ഞാൻ എൻ്റെ ഈ വചനം ഇന്ന് രക്ഷിക്കപ്പെട്ട പുതിയ സൃഷ്ടികൾക്ക് വേണ്ടി മാത്രമല്ല, ഇതിനുള്ള സാധ്യത മുഴുവൻ നിങ്ങൾ ഓരോരുത്തർക്കും കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കുമാണ്. അതുകൊണ്ടാണ് ദൈവവചനത്തിൽ റോമർക്കെഴുതിയ ലേഖനം 5:17 വാഴ്ച എന്ന് പറഞ്ഞ ശേഷം അതിൻ്റെ 6, 7, 8 എല്ലാം പറഞ്ഞ ശേഷം 12 ആകുമ്പോൾ പറയാണ്, 12-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം പറയാണ്, അതുകൊണ്ട് ഇനിയും ഡു നോട്ട് ബി കൺഫേംഡ് ടു ദ വേൾഡ്. 12-ന്റെ അതിൻ്റെ 2-ാമത്തെ വാക്യം, ആൻഡ് ഡു നോട്ട് ബി കൺഫേംഡ് ടു ദിസ് വേൾഡ്. ഈ ലോകത്തിന് കൺഫേം ആകരുത്, അനുരൂപനാകരുത്. ഈ ലോകം എന്ന് പറയുന്നത് ഇതാ വീഴ്ചയുടെ മനുഷ്യർ, വീണ് കിടക്കുന്ന മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ആ ലിമിറ്റഡ് ആയിട്ടുള്ള വിസ്ഡം, ലിമിറ്റഡ് ആയിട്ടുള്ള ഐഡിയ, ലിമിറ്റഡ് ആയിട്ടുള്ള വിഷൻ, ആ മനുഷ്യരോട് അല്ലെങ്കിൽ ചിന്താഗതികളോട്, ചിന്താഗതിയാണ് മനുഷ്യരോടല്ല, ചിന്താഗതികളോട്, അതിനോട് നിങ്ങൾ കൺഫേംഡ് ആക്കരുത്. ലോകം മുഴുവൻ നമ്മളെ കൺഫേം ചെയ്യും. നമ്മുടെ വാർത്തകളൊക്കെ കാണുമ്പോൾ ഈ രോഗഭീതി വരിക. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? കൺഫേം ചെയ്യുക, രോഗത്തോട് കൺഫേം ചെയ്യുക. എനിക്ക് ഈ രോഗം ഉണ്ടെന്ന് നമ്മൾ തന്നെ അങ്ങ് ചിന്തിക്കുക. ചിന്തയ്ക്കകത്ത ഭയം, അവിടെ ചിന്തയാണ് വാസ്തവത്തിൽ എല്ലാ കാര്യങ്ങളെയും കുഴപ്പിക്കുന്നത്. അപ്പോൾ അവിടെ പറയാണ്, നിങ്ങൾ ഈ ലോകത്തോട് കൺഫേംഡ് ആകരുത്, ലിമിറ്റ് ആകരുത്. ലോകം എപ്പോഴും നമ്മളെ ലിമിറ്റ് ചെയ്യും. നിന്നെക്കൊണ്ട് പറ്റത്തില്ല, നിന്നെക്കൊണ്ട് സാധിക്കത്തില്ല. നമ്മുടെ ഒരു മോനോട് അധ്യാപകൻ പറഞ്ഞു, നിൻ്റെ ജീവിതത്തിൽ നീ ഇംഗ്ലീഷ് പഠിക്കാൻ പോകുന്നില്ല. നമ്മുടെ കട്ടപ്പനയിലെ കണ്ണം ബ്രദറും ഉണ്ണിയും, അവർ രണ്ടുപേരും അവരുടെ സാക്ഷ്യമത, അവരോട് പറഞ്ഞു, നീ ജീവിതത്തിൽ ഇംഗ്ലീഷ് പഠിക്കത്തില്ല. കാര്യം എന്താ? ഒരു ക്ലാസ് റൂമിൽ എഴുന്നേറ്റ് നിന്നപ്പോൾ ഇംഗ്ലീഷിൻ്റെ എത്ര അക്ഷരമുണ്ടെന്ന് ചോദിച്ചപ്പോൾ അറിയത്തില്ല, 35 ഉണ്ടെന്ന്. വലിയ ഭാഷയല്ല, അപ്പം കൂടുതലെന്ന് പറഞ്ഞു. തന്നോട് അധ്യാപകൻ പറയാണ്, നീ ജീവിതത്തിൽ രക്ഷപ്പെടത്തില്ല, നീ മണ്ടന എന്ന് പറഞ്ഞ ആൾ യേശുവിനെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ തൻ്റെ മനസ്സ് രൂപാന്തരമായി. തൻ്റെ ഉള്ളിൽ ഒരു ദർശനം വന്നു. എവിടെ ഞാൻ തോറ്റോ അവിടെ തന്നെ ഞാൻ എഴുന്നേൽക്കാൻ പോവുക. ഇന്ന് കണ്ണനും അവരൊരു ബിസിനസ് തുടങ്ങി. എന്നാ ബിസിനസ് പറയാം? ഇംഗ്ലീഷ് പഠിപ്പിക്കുക. അവർ ഡിഗ്രി, പോസ്റ്റ് ഗ്രാജുവേറ്റ്, PhD ഇതെല്ലാം ഇംഗ്ലീഷിലെടുത്ത് ഇന്ന് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്. ഈ കഴിഞ്ഞ വർഷത്തെ അവരുടെ ബിസിനസ്സിൻ്റെ ടേൺ ഓവർ 5 കോടിയാണ്, 10 കോടിയാണ് അവരടുത്തത് പ്ലാൻ ചെയ്തിരിക്കുന്നത്. എന്തുകൊണ്ടാണ്? മനസ്സിനകത്തെ ആ രൂപാന്തരം, അവരുടെ അകത്ത് ക്രിയേറ്റിവിറ്റി. അധ്യാപകൻ പറഞ്ഞുകൊണ്ട് അവർ അധ്യാപകൻ എന്താ ചെയ്തത്? കൺഫേം ചെയ്തു, നിനക്കിത് പറ്റത്തില്ല. ഉടനെ അവരുടെ മനസ്സിനകത്ത് ഇനി ഇംഗ്ലീഷ് പഠിക്കണ്ട, ഇനി വേറെ വല്ലതും ചെയ്യാം, നീ മണ്ടന, ജീവിതത്തിൽ ഉയർത്തില്ല. അങ്ങനെയൊക്കെ കേട്ട പല TNTയും എന്നെ കേൾക്കുന്നുണ്ട്. TNT എന്ന് പറഞ്ഞാൽ യൗവനക്കാരെന്നെ കേൾക്കുന്നുണ്ട്. നമ്മുടെ മനസ്സിനകത്ത് അതാ ഇരിക്കുന്നത്. ചെറുപ്പത്തിൽ ചിലപ്പം അപ്പനും അമ്മയും തമാശന് പറഞ്ഞതുപോലും നമ്മൾ കാര്യമാക്കി. അപ്പൻ പറഞ്ഞായിരുന്നു എനിക്ക് ഗതി പിടിക്കത്തില്ല, അത് പറഞ്ഞുകൊണ്ടാണ് ഇന്ന് നമ്മൾ നടക്കുന്നത്. ഇവർ പറഞ്ഞു ശരിയാകത്തില്ല, അവർ പറഞ്ഞു നീ നന്നാകത്തില്ല, മറ്റുള്ളവർ പറഞ്ഞു നിന്നെ കാണാൻ കൊള്ളത്തില്ല. ഇങ്ങനെ 100 അഭിപ്രായം ലോകം പറഞ്ഞിരിക്കുന്നത് നമ്മളെ നിയന്ത്രിക്കുമ്പോൾ, ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരോടും പറയാം, ഒരു പുതിയ സൃഷ്ടി അവർ മനുഷ്യർ പറയുന്നത് പറഞ്ഞ് അല്ലെങ്കിൽ അവരുടെ മേലൊരു ലിമിറ്റോടെയല്ല നടക്കുന്നത്. അതിനെ യേശുക്രിസ്തു നാമത്തിൽ പൊട്ടിച്ച് ഇന്ന് കുടഞ്ഞെഴുന്നേൽക്കുന്ന ദിവസമായി മാറട്ടെ. ദൈവം നിങ്ങളുടെ ഉള്ളിൽ ഒരു താലന്ത് തന്നിട്ടുണ്ട്. അതാ ഇവിടെ എഴുതിയിരിക്കുന്നത്. ദൈവം, നിങ്ങൾ ലോകത്തിനോട് അനുരൂപരാകരുത്. നിങ്ങൾ ലോകത്തിൻ്റെ വ്യവസ്ഥ എന്ന് പറയുന്നത് ഇടുങ്ങിയതും ലിമിറ്റഡ് ആയിട്ടിനകത്ത് നിങ്ങൾ നിൽക്കരുത്. പിന്നെ എങ്ങനെ ആയിരിക്കണം? നിങ്ങളുടെ മനസ്സ് രൂപാന്തരം പ്രാപിക്കണം. അങ്ങനെയല്ല എഴുതിയിരിക്കുന്നത്. Do not be conformed to the world, but be transformed in the renewal of your mind. നിങ്ങളുടെ മനസ്സ് പുതുക്കി രൂപാന്തരം പ്രാപിക്കണം, പുതുക്കണം. എന്നിട്ട് താഴോട്ട് പറയാണ്, അതിനുവേണ്ടി ദൈവം ഒരു 2, 3 ഒന്ന് വായിച്ചാൽ നന്നായിരിക്കും. ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചു വരാതെ ദൈവം അവനവന് വിശ്വാസത്തിന്റെ അളവും തന്നിരിക്കുക. ആ മനസ്സ് രൂപാന്തരം പ്രാപിക്കണം, ട്രാൻസ്ഫിഗറേഷൻ നടക്കണം. എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫിഗറേഷൻ എന്ന് പറയുന്നത് യേശു മരുഭൂമിയിൽ തന്നെ വെളിപ്പെടുത്തി ആ മഹാവെളിച്ചം, സാധാരണക്കാരൻ അതിസാധാരണമായ വെളിച്ചം കണ്ടതുപോലെയാണ് മനസ്സിനകത്ത് 360 ഡിഗ്രി മാറണം. ഞാൻ ഇനി സാധാരണക്കാരനല്ല. പൗലോസ് കൊരിന്ത്യർ സഭയെ വരുമ്പോൾ പൗലോസ് അവരോട് ചോദിക്കും, നിങ്ങൾ വെറും മനുഷ്യരെ പോലെ എന്താ ചിന്തിക്കുന്നത്? അസൂയ, പിണക്കമൊക്കെ ആയി വെച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ പുതിയ സൃഷ്ടിയാണ്.
നിങ്ങൾ വെറും, ഞാൻ ആത്മീയൻ എന്ന പോലെ വീണ്ടും ഞാൻ പറയാം, മതവൽക്കരിക്കരുത് യേശുവിനെ. ഹീ സ്പിരിച്വൽ, നമ്മുടെ മനസ്സിനെ രൂപാന്തരം പ്രാപിക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഇന്നെന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവർ ഏത് തുറയിലാണോ അവിടെ നിങ്ങൾ ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ച പ്രാപിക്കത്തില്ല. അതിനെന്താ ചെയ്യേണ്ടത്? ദൈവത്തിൻ്റെ വചനം പറയുന്നു, ദൈവം മനസ്സ് രൂപാന്തരം പ്രാപിക്കുക മാത്രമല്ല, ആ രൂപാന്തരം പ്രാപിച്ച് നിങ്ങളുടെ ഇമാജിനേഷൻ, നിങ്ങളുടെ സ്വപ്നം, അതിനെ യാഥാർത്ഥീകരിക്കുവാൻ നിങ്ങളുടെ അകത്ത് വിശ്വാസം കൂടി ഇട്ടിരിക്കുക. അതാണ് പത്രോസ് പറയുന്നത്, അവൻ്റെ വിലയേറിയ വിശ്വാസം. ഏത് വിശ്വാസമാണ്? ദൈവത്തിൻ്റെ വിശ്വാസം എന്ന് നമ്മുടെ അകത്ത് ഇട്ടിരിക്കുക. വെളിച്ചം ആ ഇരുണ്ട് കിടന്ന ഭൂമിയിൽ, പാഴും ശൂന്യവും ഇരുട്ട് കിടക്കുന്ന ഭൂമിയിൽ, അയ്യോ ഇത് മുഴുവൻ ഇരുട്ടായി പോയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം താടി കൈ കൊടുത്തു നിന്നില്ല. പറിച്ച് അതിനെ നോക്കിക്കൊണ്ട് പറയാ, വെളിച്ചം ഉണ്ടാകട്ടെ. ആ വിശ്വാസമാണ് നമ്മുടെ അകത്ത് ദൈവം തന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് എന്ത് സംഭവിക്കണം? മനസ്സിനകത്ത് രൂപാന്തരം പ്രാപിക്കണം, ഒരു ദർശനം ഉണ്ടാകണം. പലരും ജീവിതത്തിൽ അവർ ലിമിറ്റഡായി പോകുന്നത്, ഞാൻ പറയാം, ഞാൻ സ്ഥിരം ഉപയോഗിക്കുന്നൊരു പദമാണ്, ചർച്ച് ഈസ് നോട്ട് എ റെഫ്യൂജ് സ്റ്റേഷൻ. സഭയെന്ന് പറയുന്നത് ഹല്ലേലൂയ സ്തോത്രം പറഞ്ഞ് എങ്ങനെയും ഒരു അഭയകേന്ദ്രമല്ല. ഇത് വലിയ ദർശനമുള്ളവരുടെ സ്ഥലമാണ്. വലിയ കാര്യങ്ങൾ ചെയ്തെടുക്കുവാനുള്ള മനസ്സിനകത്ത് അതുണ്ടോ, ചെയ്യാനുള്ളതാണ് ഈ ദൈവവചനം. ഇറ്റ് വിൽ കാസ്റ്റ് എ വിഷൻ ഇൻ ടു യു. അതുകൊണ്ടാണ് എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം പറയാണ്, വായിച്ചോ. 1-ാം വാക്യം പറയാണ്, വിശ്വാസം ആശിക്കുന്ന കാര്യങ്ങളുടെ ഉറപ്പും. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യത്തിന്റെ നിശ്ചയമാണ്. എനിക്ക് കണ്ടിട്ടില്ല ഞാൻ, പക്ഷെ എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ ബിസിനസ്സിൽ 13 വയസ്സ് മുതൽ -0 നിന്നുമാണ് 23 വയസ്സ് ആയപ്പോഴത്തേക്ക് ഒരു വലിയ സാമ്രാജ്യം കെട്ടിപ്പടുത്തു, വലിയൊരു സ്ഥാപനമായി തീർന്നു. 11 ബ്രാഞ്ച്, 5 വ്യത്യസ്ത ബിസിനസ്. ആ കൊഡാക്കിൻ്റെ സൂപ്പർ സ്റ്റോക്കിസ്റ്റ്, മെഡിക്കൽ എക്യുപ്മെൻ്റ് ആയിരുന്നു എൻ്റെ മെയിൻ ബിസിനസ്. ആ ബിസിനസ്സുകളെല്ലാം ചെയ്തു. അവിടെ നിന്നാണ് ഞാൻ വാഹന അപകടത്തിൽ തകർന്നു പോയത്. എന്നാൽ യേശുവിനെ കണ്ടുമുട്ടിക്കഴിഞ്ഞ് പുതിയ സൃഷ്ടിയും തിരുവഴുത്ത എനിക്കൊരു കാര്യം മനസ്സിലായത്, ദൈവമാണ് ഇതെല്ലാം എന്നെ അനുഗ്രഹിച്ച് എനിക്ക് മനസ്സിലാകുന്നില്ലായിരുന്നു. പക്ഷെ ഇന്ന് ദൈവം എൻ്റെ ഉള്ളിൽ വസിക്കാൻ തുടങ്ങി. ദൈവം എൻ്റെ വസിക്കുകയാണെങ്കിൽ എന്നാൽ അസാധ്യമായതൊന്നുമില്ല. ഈ സദ്വർത്താനമായി എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ബിസിനസ്സുകാരോട് മുഴുവൻ ഞാൻ സംസാരിച്ചു. ദർ ഇസ് നോ ലിമിറ്റേഷൻ. ഇന്ന് ദർശനം ഉണ്ടായിരിക്കണം. ആ ദർശനത്തെ ഫ്രെയിം ചെയ്യണം. ഇന്നത്തെ ദർശനം അല്ലായിരിക്കും നാളത്തെ ദർശനം, നാളത്തെ 3-ാം ദർശനം, അങ്ങനെയല്ല. ഒരു ദർശനം പ്രാപിക്കണം ദൈവത്തിൽ നിന്ന്. യു ഷുഡ് ഹാവ് എ വിഷൻ ഇൻ ലൈഫ്. ഞാൻ ഇന്നതാ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ടാണ് എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം പറയാം, വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. ആകുന്നു. അതിനാലല്ലോ പൂർവന്മാർക്ക് സാക്ഷ്യം ലഭിച്ചത്. ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല, കാരണമെന്ന് വരുമാറ് ലോകം ദൈവത്തിന്റെ വാക്കുകൾ ഉപയോഗിച്ചു, ദൈവത്തിന്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു എന്ന് നാം വിശ്വാസത്താൽ അറിയുന്നു. അപ്പം ഇംഗ്ലീഷ് ഞാൻ വായിക്കാം. ബൈ ഫെയ്ത്ത് വി അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദ വേൾഡ്സ്, ഇന്ന് ലോകം, ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വേൾഡ്സ് അനിയോൺ എന്ന് പറഞ്ഞത്. അപ്പം എൻ്റെ ലോകത്തെ ഫ്രെയിം ചെയ്തിരിക്കുന്നത് വാക്കുകൾ കൊണ്ട്. ഒന്ന്, യു ഷുഡ് ഹാവ് എ വിഷൻ, ഒരു ദർശനം കാണണം. ഞാൻ എന്തായിത്തീരും, ഒരു 5 വർഷം കഴിഞ്ഞ് എന്തായിത്തീരും. വിഷനുണ്ട്, ക്ലിയർ വിഷനുണ്ട്, ക്ലിയർ ഡ്രീമുണ്ട്. തുടങ്ങും കാഴ്ചയാൽ ഇത് കാണാൻ തുടങ്ങും. അതുകൊണ്ട് കാഴ്ചയാലല്ല വിശ്വാസത്താൽ കാണാൻ തുടങ്ങും. ഇതിനെ ഫ്രെയിം ചെയ്യും. എനിക്ക് അറിയാം ഈ സ്ഥാനത്താണ് എനിക്ക് എത്തേണ്ടിയേ. കുഞ്ഞുങ്ങളോട് ഞാൻ പറയാം, നിങ്ങളുടെ വിഷൻ ഫ്രെയിം ചെയ്യണം. മറ്റുള്ളവരുടെ അഭിപ്രായത്തിലല്ല, നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത്, ഇതാണ് ഞാൻ എത്തേണ്ട സ്ഥാനം, അത് നിങ്ങൾക്കൊരു ദർശനം ഉണ്ടായിരിക്കണം. ഫ്രെയിം യുവർ വിഷൻ. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. The worlds were framed by the word of God. ആ ദർശനം എങ്ങനെയാണ് ദൈവത്തിൻ്റെ പവർ അതിനകത്തോട്ട് അൺലോക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഹൗ ഡസ് ദ പവർ ഓഫ് ഗോഡ് ഫ്ലോ? ദർശനമുള്ളപ്പോൾ, ദൈവവചനത്തിൽ പറയാം, ദർശനമില്ലാതെ ആ ജനം നശിക്കുന്നത്. ഇന്ന് പലരും ജീവിതത്തിൽ നിരാശയിലും
പലരും മുന്നോട്ട് കുതിക്കാൻ മേലാതെ ഇത്രയൊക്കെ ഉള്ളൂ ഇനി ഇത്രയൊക്കെ പ്രായം ഇനി എന്നാ ചിന്തിക്കാനാ. നോ, ദൈവം അകത്ത് തന്നിരിക്കുന്നത് എല്ലാവർക്കും ഒരു ടാലൻ്റ് ഉണ്ട്. ഇന്ന് നിങ്ങളുടെ അകത്ത് ഒരു വാശി വരണ്ടേ, പുരുഷത്വം വരണ്ടേ, നിങ്ങളുടെ അകത്ത് യു ഷുഡ് ബി ബ്രേവ്, യു ഷുഡ് ബി കോൺഫിഡൻറ്റ്. അവിടെയാ പറയേണ്ടത്, ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാറ്. ഞാൻ എന്ത് വിചാരിച്ചോ, ഞാൻ എന്താണോ സ്വപ്നം കണ്ടത്, എൻ്റെ ദർശനം എന്താണോ അവിടെ ഞാൻ എത്തുക തന്നെ ചെയ്യും. അതിനകത്ത് ഒരു വ്യത്യാസവുമില്ല. നിങ്ങൾ ചിന്തിക്കുന്നത് സംഭവിക്കും. അത് എങ്ങനെയാണ് അൺലോക്ക് ചെയ്യുന്നത്? അതിൻ്റെ മുഴുവൻ മിസ്റ്ററി ബൈബിളിനകത്തുണ്ട്. അതാണ് ഹബക്കൂക്ക് പ്രവചനം. ഹബക്കൂക്കിൻ്റെ പ്രവചനം എന്ന് പറഞ്ഞാൽ 0 to ഹീറോയാണ് ഹബക്കൂക്ക് പ്രവാചകൻ. അവർ ദൈവം പറഞ്ഞിരിക്കുന്ന ഒരു പ്രിൻസിപ്പിൾ, ഹബക്കൂക്ക് പ്രവചനം അതിൻ്റെ 2-ാം അധ്യായം അതിൻ്റെ 2 മുതൽ 4 വരെ പറയാണ്, ദർശനം ദൈവം എന്നോട് ഇങ്ങനെ അരുളി ചെയ്തു. വായിച്ചു. യഹോവ എന്നോട് ഉത്തരം അരുളിയത്, നീ ദർശനം എഴുതുക, ഓടിച്ചു വായിപ്പാൻ തക്കവണ്ണം അത് പലകയിൽ തെളിവായി റൈറ്റ് ഡൗൺ യുവർ വിഷൻ. നിങ്ങൾ ഇരിക്കുന്നിടവും നടക്കുന്നിടവും നിങ്ങൾ ദർശനം എന്താണോ അത് എഴുതണം, തെളിവായി കാണണം. ഞാൻ വിശ്വാസത്തിൽ വന്ന സമയത്ത്, വിശ്വാസത്തിൽ വന്നപ്പോൾ ഇതൊക്കെ ഈ വചനമൊക്കെ പിന്നെയാണ് ഞാൻ കണ്ടത്. എൻ്റെ ഉള്ളിൽ എൻ്റെ കയ്യിൽ ആദ്യമേ കിട്ടിയ പുസ്തകം റെയിൻഹാർഡ് ബോങ്കെ എന്ന് പറയുന്ന കർത്താവിൽ ശക്തമായി ഉപയോഗിക്കപ്പെടുന്ന ദൈവദാസനായിരിക്കുന്ന റെയിൻഹാർഡ് ബോങ്കയുടെ ഇവാഞ്ചലിസം ബൈ ഫയർ. ആ പുസ്തകം തുറക്കുമ്പോൾ തന്നെ അതിൻ്റെ നടുക്ക് പേജിൽ 10 ലക്ഷം പേര് നിൽക്കുന്ന ക്രൂസൈഡുകളുടെ പടമാണ്. ഞാൻ നോക്കിയപ്പം വിസ്മയിച്ചു പോയി. കാരണം ഞാൻ രക്ഷിക്കപ്പെടുമ്പോൾ കോട്ടയം ടൗണിൽ അന്ന് 10, 20, 30 പേരുടെ സഭകൾ മാത്രമേ ഉള്ളൂ. ഞാനിത് നോക്കിയപ്പോൾ ഇത്രയും ജനം ഒന്നിച്ചു കൂടാനോ ഒരു മീറ്റിങ്ങിലോ ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ ഈ ദർശനം എനിക്ക് തരണം. ഞാനൊരു കാര്യം പറയാം, നമ്മൾ അകത്ത് കൺസീവ് ചെയ്യുന്നതേ പ്രസവിക്കത്തുള്ളൂ. ഗർഭം ഉണ്ടെങ്കിലേ പ്രസവം നടക്കത്തുള്ളൂ. ദർശനം അകത്ത് ഗർഭം ധരിക്കണം. അതെങ്ങനെയാണ് ഗർഭം ധരിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത് അവിടെ. ദർശനം വ്യക്തമായി എഴുതണം, കാണണം. ഞാൻ ചെയ്തത് എന്താണെന്ന് ഞാൻ പറയാം. ആ പുസ്തകത്തിൻ്റെ ഫോട്ടോസ്റ്റാറ്റുകൾ എടുത്തു. ഞാൻ പറഞ്ഞു, ഇതായിരിക്കണം എൻ്റെ സഭ. ഈ സഭ അതിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് എൻ്റെ ഡൈനിങ് റൂമിൽ, ബെഡ്റൂമിൽ, ബാത്റൂമിൽ, എന്ത് വേണ്ട എവിടെയൊക്കെ ഞാൻ പോകുമോ ഞാനിത് കാണുമ്പോൾ എൻ്റെ ദർശനം ഞാൻ ഓർക്കും. ആ ദർശനം ഞാൻ ഓർക്കുമ്പോൾ ഞാൻ പറയും, കർത്താവേ എന്നെ ശക്തനാക്കുന്ന ക്രിസ്തു മുഖാന്തരം ഇത് എനിക്ക് സാധിക്കും. പലരും ദർശനം കാണാറുണ്ട്, വലിയ ആഗ്രഹങ്ങളുണ്ട്, പക്ഷെ ഒന്നും പ്രവർത്തിക്കാറില്ല. അതുകൊണ്ട് എന്താ, പ്രായമായി കഴിയുമ്പോൾ ഇതായിരുന്നു എൻ്റെ ആഗ്രഹം എന്ന് പറയും. ഇല്ല പ്രിയമുള്ളവരെ, ആഗ്രഹമല്ല, ആ ആഗ്രഹത്തെ റിയാലിറ്റിയായി ദൃശ്യലോകത്തിൽ കൊണ്ടുവരുന്ന അൺലോക്കിംഗ് ഗോഡ്സ് പവറായി ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ എഴുതിയിരിക്കുക ദർശനത്തിന്. ഹബക്കൂക്ക് വായിച്ചു നന്നായിട്ട്. യഹോവ എന്നോട് ഉത്തരം അരുളിയത്, നീ ദർശനം എഴുതുക, ഓടിച്ചു വായിപ്പാൻ തക്കവണ്ണം അത് പലകയിൽ തെളിവായി എവിടെ ഞാൻ കണ്ടാലും ആ ദർശനം അവിടെ കാണണം. വാട്ട് ഐ ആം ഗോയിങ് ടു ബി. ഞാൻ വീണ്ടും പറയാം, ഹെവൻലി ഫീസ്റ്റ് എങ്ങോട്ടാ പോകുന്നതെന്ന് എനിക്കറിയാം. ആ ദർശനമുണ്ട്. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നത്. പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ. നല്ലൊരു ശതമാനം ആൾക്കാർ പ്രാർത്ഥനയുടെ മറവിൽ ഭയപ്പെട്ട് വീട്ടിലിരിക്കുക. പ്രാർത്ഥനയുടെ മറവിൽ ഉണർവ് വേണം, ഭയങ്കര ഉണർവ് വേണമെന്ന ഭയങ്കര പ്രാർത്ഥന. ഞാൻ അവരോട് പറയും, ഉണർവ് വേണ്ടിയെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നവർ കസേരയുടെ പുറയിൽ സഭയുടെ മറവിൽ മറിഞ്ഞിരിക്കുക. പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ പ്രിയമുള്ളവരെ. ഞാൻ ഈ കോവിഡിൻ്റെ കാലഘട്ടത്തിൽ എല്ലാവരോടും ഞാൻ അഭ്യർത്ഥിച്ചായിരുന്നു, നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, സഹായിക്കുകയും കൂടെ വേണം, പ്രവർത്തിക്കുകയും കൂടെ വേണം. അതുകൊണ്ടാണ് വിശ്വാസത്തിൻ്റെ പ്രമാണം എന്ന് റോമർക്ക് എഴുതിയ ലേഖനം 3 പറഞ്ഞിരിക്കുന്നത്. ലോ ഓഫ് ഫെയ്ത്ത്. അത് നമ്മുടെ അകത്തിട്ടിരിക്കുക. വിശ്വാസം ഇട്ടിട്ടുണ്ട്. ദർശനം ക്ലിയർ ആയിരിക്കണം. 2 വായിച്ചു. ദർശനത്തിനൊരു അവധി വെച്ചിട്ടുണ്ട്. അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. സമയം തെറ്റത്തില്ല. അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക. നോക്ക്, പലരുടെയും ദർശനം ഭയങ്കര ദർശനമാണ്. അത് സഭയ്ക്കകത്ത് വരുമ്പോൾ ദർ ഇസ് എ പ്രോസസ് ഫോർ ഇറ്റ്. അതിനൊരു കാലാവധി ദൈവം വെച്ചിട്ടുണ്ട്. അതിൻ്റെ മെച്യൂരിറ്റി, ഞാൻ അതിനുവേണ്ടി ഒരു മെച്യൂരിറ്റിയിലോട്ട് വരണം. ഒന്ന് ദർശനം എഴുതി വെക്കണം.
ഞാൻ എന്തായിത്തീരും, 5 വർഷം കൊണ്ട് ഞാൻ എന്തായിത്തീരും, ഞാൻ ഈ കോഴ്സ്, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന കോഴ്സ് ആ ഡയറക്ഷനിലാണോ അതോ വല്ലവരുടെയും ഇൻഫ്ലുവൻസിലാണോ, എൻ്റെ പാഷൻ എന്താ, അത് എഴുതിയിടണം. എവിടെ നടക്കുമോ അവിടെ മുഴുവൻ അത് എഴുതിയിടുമ്പോൾ എന്താ സംഭവിക്കുന്നത്, എൻ്റെ മനസ്സിൽ കാണുമ്പോൾ അതിൻ്റെ പടങ്ങൾ, ചിത്രങ്ങൾ, മനുഷ്യനെ എഴുത്തുകൊണ്ട് മാത്രമല്ല ചിത്രങ്ങൾ. ഞാൻ നിങ്ങളോട് പറയുകയാണ്, എൻ്റെ വീട്ടിൽ ഒരു കറുത്ത പട്ടിയുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിനകത്ത് പട്ടി എന്നുള്ള വാക്കല്ല വരുന്നത്. ആ പട്ടി, ആ നായൻ്റെ ആ കറുത്ത രൂപം, ആ പട്ടിയുടെ ഷേപ്പ് നിങ്ങളുടെ അകത്ത് വരുക. മനുഷ്യൻ മുഴുവൻ ഇമാജിനേഷനിലാണ് ഓടുന്നത്. ദൈവം കൊടുത്തിരിക്കുന്ന കഴിവാണ് നനവ്. ഞാൻ നിങ്ങളുടെ വീട്ടിൽ എത്ര ബെഡ്റൂം ഉണ്ടെന്ന് ചോദിച്ചാൽ നിങ്ങൾ ബെഡ്റൂം എന്നുള്ള പദമല്ല കാണുന്നത്. നിങ്ങളുടെ മനസ്സുടനെ നിങ്ങളുടെ വീട്ടിലേക്ക് പാഞ്ഞ് നിങ്ങൾ ആ ബെഡ്റൂമിനകത്ത് സഞ്ചരിക്കുന്ന നിലയിൽ നിങ്ങളുടെ ആ നനവ് ആണ് ശുദ്ധീകരിക്കപ്പെട്ടത് മനസ്സാക്ഷിയോട്. ദ ക്ലെൻസിങ് ഓഫ് ദ ഇമാജിനേഷൻ, നിങ്ങളുടെ വിചാരം, ആ ഇമാജിനേഷൻ യു ഷുഡ് ഡ്രീം ഇറ്റ്. ആ ഡ്രീം ചെയ്യുന്ന പടങ്ങൾ സറൗണ്ട് ഇറ്റ് വിത്ത് യു. എല്ലായിടത്തും പോകുമ്പോൾ സറൗണ്ട് യുവർ വിഷൻ. അതിന് പേഷ്യൻസോടെ അത് നടക്കുക തന്നെ ചെയ്യും. അത് പലപ്പോഴും ആൾക്കാർക്ക് സംഭവിക്കുന്നത്, ദർശനമുണ്ട്, വലിയ ദർശനമാണ്, പക്ഷേ ഇടയ്ക്ക് വെച്ച് ഇട്ടേച്ചു പോകും. അതിൻ്റെ കാരണം എന്താണെന്ന് പറയാം. ദർശനം അവർ ദൈവത്തിൽ നിന്നും പ്രാപിച്ചതല്ല, അത് വെറും ഒരു ആഗ്രഹമായിരുന്നു. ഇഫ് ഇറ്റ് ഈസ് ഫ്രം ഗോഡ്, ആൻഡ് ഹൗ ഡു യു നോ ഇറ്റ് ഈസ് ഫ്രം ഗോഡ്? ഇറ്റ് വിൽ ബി അറ്റാച്ച്ഡ് പീസ് ആൻഡ് പാഷൻ. അതുകൊണ്ടാണ് എങ്ങനെ ഇത് അൺലോക്ക് ചെയ്യാം. നമ്പർ 1, ദൈവസന്നിധിയിൽ എല്ലാം ദിവസവും സ്റ്റില്ലായിട്ട് നിൽക്കണം. എല്ലാവർക്കും ഇൻസ്റ്റൻ്റായിട്ട് ഈ കാര്യം നടക്കണമെന്ന് ഇല്ല, അതിൻ്റെ ഒരു പ്രോസസ്സുണ്ട്. ഞാൻ എൻ്റെ ചുറ്റും ഈ പടങ്ങളെല്ലാം വെക്കും. ഞാനിത് കാണും. കണ്ടാൽ മാത്രം പല്ല, ഞാൻ രാവിലെ നെഹ്റു സ്റ്റേഡിയത്തിൽ പോയി പ്രസംഗിക്കും. ആൾക്കാർ കാണുമ്പോൾ എന്നെ പ്രാന്തനെന്നും വട്ടനെന്നൊക്കെ എന്നോട് പറഞ്ഞു. പക്ഷെ എനിക്കറിയാം, ഞാനത് കണ്ടു കഴിഞ്ഞിരിക്കുക. ഞാൻ ചിത്രം കണ്ടുകൊണ്ടിരിക്കുക. ആ ക്രൂസൈഡിൻ്റെ പണം കണ്ട് നെഹ്റു സ്റ്റേഡിയം നിറഞ്ഞു നിൽക്കുന്ന ജനത്തെ കണ്ടുകൊണ്ട് അതല്ല, കാഴ്ചയാലല്ല, വിശ്വാസത്താൽ കണ്ടുകൊണ്ട്, അവിടെ ഒരാൾ പോലുമില്ല. ഞാൻ വിതയ്ക്കുക ചെയ്യുന്നത്. എനിക്കൊരു ദർശനമുണ്ട്. ഐ ഹാവ് എ വിഷൻ. അതിനുവേണ്ടി ദൈവം എന്നെ എക്യൂപ്പ് ചെയ്തിരിക്കുക. ഞാൻ വീണ്ടും പറയാം, ദൈവഹിതമല്ലായിരിക്കും. ചിലരൊക്കെ പറയും, ഇവിടെ അല്ലായിരിക്കും. എന്നോട് പലരും പറഞ്ഞു, പ്രവാചകന് സ്വന്തം ദേശത്ത് വിലയില്ല, അതുകൊണ്ട് കോട്ടയം വിട്ട് വേറെ എവിടെയെങ്കിലും പോയിക്കോളാൻ. ഞാൻ ബൈബിൾ വായിച്ചപ്പോൾ മനസ്സിലായത്, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വരുമ്പോൾ ജെറൂസലേമിൽ ആരംഭിക്കുന്നത്, സ്വന്തം നാട്ടിൽ, ഞാൻ ഏത് പട്ടണത്തിലാണോ ജനിച്ചത് അതേ പട്ടണത്തിൽ തന്നെയാണ് ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ സഭ നിൽക്കുന്നത്. വൈ? ബിക്കോസ് ഐ റിസീവ് ദ വിഷൻ. ഞാനിത് എഴുതി, പലകപ്പുറത്ത് എഴുതി, ഞാൻ കാണുന്നിടത്തെല്ലാം എഴുതി, ഞാൻ പറയാൻ തുടങ്ങി, ഞാൻ അതിനു വേണ്ടി സ്റ്റെപ്പുകൾ എടുത്തു വെക്കാൻ തുടങ്ങി. അത് 1 ദിവസം കൊണ്ട് നടന്നോ? ഇല്ല. 2 ദിവസം കൊണ്ട് നടന്നോ? ഇല്ല. പക്ഷെ വിട്ടുകൊടുത്തില്ല. ചിലർ 97 ഇത് സംഭവിച്ചെങ്കിൽ ചിലർ പറഞ്ഞു 2007 ഒക്കെ ആകുമ്പോൾ ചിലപ്പോൾ ഉണർവുണ്ടാവും. ഞാൻ ഇല്ല, ഇപ്പം എനിക്ക് വേണം. I was persistent for it. I really went after it. അതിൻ്റെ പിന്നാലെ പോയി. അതിനകത്ത് ചെയ്ത 1-2 കാര്യങ്ങൾ. 1, ഞാൻ ദൈവസന്നിധിയിൽ ഇരിക്കുന്ന സമയം, എല്ലാം ദിവസവും ഞാൻ പറയാം, ഇതിനെ ഡിസ്ട്രാക്ട് ചെയ്യാൻ. ഒരു ദർശനമുണ്ടോ, ഡിസ്ട്രാക്ഷൻസ് ഇഷ്ടം പോലെ വരും. ആ ദർശനം സാധിക്കാതിരിക്കാനായിട്ടുള്ള ഒത്തിരി പ്രതിസന്ധികൾ വരും. പക്ഷെ പ്രതിസന്ധി അതിജീവിക്കുന്നത് അകത്ത് ദർശനം ഉള്ളത് കൊണ്ടാണ്. എന്നെ ശക്തനാക്കുന്ന യേശു ക്രിസ്തു മുഖാന്തരം എനിക്കിത് സാധിക്കും. പ്രതിസന്ധികളൊന്നും ഇതിനകത്തൊരു വിഷയമല്ല. മലകൾ മുമ്പിൽ വരും. എന്ത് തടസ്സം വന്നാലും അതിനെ മാറ്റുവാനുള്ള ദൈവശക്തി നിങ്ങളിലും എന്നിലും ദൈവം വെച്ചിരിക്കുക. ഇന്ന് പ്രിയമുള്ളവരെ, ലെറ്റ് മീ ടെൽ യു, നിങ്ങൾ എവിടെയെങ്കിലും പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇത് വീണ്ടും പറയാം, ഇതൊരു മതവൽക്കരണമല്ല. യേശു ഒരിക്കലും മതവൽക്കരിച്ചില്ല. തൻ്റെ മുഴുവൻ വചനം നോക്ക്. ജീവിതത്തിൽ എങ്ങനെ പ്രായോഗിക ജീവിതത്തിൽ ജയകരമായൊരു ജീവിതവും വരുവാനിരിക്കുന്ന ജീവിതത്തിൽ നിത്യജീവൻ, ഇത് രണ്ടും കൂടെ ഒരൊറ്റ വാക്കിനാൽ തന്നിരിക്കും. അതുകൊണ്ട് യേശു പറഞ്ഞത്, എൻ്റെ വാക്കുകൾ സ്പിരിറ്റാണ്, മൈ വേർഡ്സ് ആർ സ്പിരിറ്റ്. യോഹന്നാൻ 6:63 പറയും, എൻ്റെ വാക്കുകൾ മാംസത്തിന് പുറമെ ജഡത്തിന് പ്രയോജനം ചെയ്യത്തില്ല, നിങ്ങളുടെ കാഴ്ചപ്പാടുകളെ മാറ്റിക്കളയും. 1, ദൈവസന്നിധിയിലിരിക്കുക. 2, ആ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ ബി ഷുവർ ദാറ്റ് ഗോഡ് ഈസ് ടോക്കിംഗ് ടു യു. ആ ദൈവസന്നിധിയിൽ ഇരിക്കാനുള്ള പ്രാഗൽഭ്യമാണ് മനസാക്ഷി കഴുകൽ പ്രാപിച്ചിരിക്കുന്നത്. തത്സമയത്തെ സഹായത്തിനും കരുണ ലഭിക്കേണ്ടതിനും ധൈര്യത്തോടെ നിങ്ങൾ കൃപസിംഹാസനം പെഴുക. കരഞ്ഞ്
വേണ്ടാത്ത എല്ലാം കേട്ട്, ഞാൻ പറയാം, നമ്മുടെ ചുറ്റുമുള്ള കൂട്ടുകെട്ടുകളെ നമ്മൾ സൂക്ഷിക്കണം. വിശ്വാസം പറയുന്നവരുടെ കൂടെ നടക്കണം.